ആയിരുന്നില്ല. ഈ ലോകത്തിൽ ധാരാളം അനുഷ്ഠാനങ്ങൾ, പാപങ്ങൾ, ആചാരങ്ങളൊക്കെ കാണാം. ലോകം വെള്ളത്തിലാണ്, അത് നശിക്കാനുള്ളതാണ്. കാരണം ഭൂമി അതിലെ സമസ്ത വസ്തുക്കളും അഗ്നി കൊണ്ട് ചുട്ടഴിക്കപ്പെടുവാനാണ് സൂക്ഷിക്കപ്പെടുന്നതെന്നാണ് പത്രോസിന്റെ ലേഖനം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നോഹയുടെ കാലത്ത് ഭൂരിപക്ഷം പേരും വെള്ളത്തിൽ കിടന്ന് മുങ്ങി തുടിക്കുകയാണ്. എന്നാൽ കേവലം 8 പേർ മാത്രമാണ് പെട്ടകത്തിന് അകത്തുള്ളത്. പെട്ടകത്തിന് അകത്ത് കയറിയവർ മാത്രം രക്ഷപ്പെട്ടു. ഭൂരിപക്ഷം പേർ നശിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ ദൈവത്തിന് അവരുടെ കരുണ തോന്നിയില്ല. കാരണം അവർക്ക് മാനസാന്തരപ്പെടാനുള്ള വചനമൊക്കെ നോഹ കൊടുത്തിരുന്നു, അവരത് കേട്ടില്ല. എന്നാൽ നോഹ അനുസരിച്ചു 8 പേർ മാത്രം രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഭൂരിപക്ഷം പേരും സ്നാനപ്പെടുന്നില്ല, ശിശുസ്നാനമാണ് ശരി എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കല്ല ഒരു ദൈവത്തിൽ കേൾക്കുക. ഭൂരിപക്ഷം പേരുടെ വഴിയല്ല, കേവലം 8 പേരാണെങ്കിൽ എനിക്ക് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായാൽ മതി എന്ന് തീരുമാനിക്കുന്നവർ തീർച്ചയായിട്ടും ജലത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടും. റോമാലേഖനം 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി റോമ 6:11 പറയുന്നത് നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ പാപശരീരം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. അപ്പോൾ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇതാണ് പറയുന്നത്, ഇതാ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു, ഞാൻ ശവക്കുഴിക്ക് യോഗ്യനാണ്, എന്നെ കുഴിച്ചിട്ടാലും. ഇങ്ങനെയുള്ളവനോട് സ്നാനപ്പെടണം. കാരണം അവൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, അവൻ്റെ മുൻകോപവും വാശിയും വൈരാഗ്യവും ജഡിക ആസക്തികളും മാറി. ഇതുവരെ അവൻ ലോകത്തിൽ ജീവിച്ചു, എന്നാൽ ഇതാ അവൻ ക്രിസ്തുവിലേക്ക് വരികയാണ്. അവൻ പറയുകയാണ്, എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, ക്രിസ്തുവിനോട് മരിച്ചു, ഇനി എനിക്ക് ശവക്കുഴിയാണ് വേണ്ടത്, എന്നെ കുഴിച്ചിടും. അതുകൊണ്ടാണ് റോമാലേഖനത്തിലെ 6 പറയുന്നത് ഈ സ്നാനം എന്നുള്ളത് ക്രിസ്തുവിൻ്റെ മരണത്തോടും ക്രിസ്തുവിൻ്റെ അടക്കത്തോടും ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തോടും നമ്മെ ഐക്യമത്യപ്പെടുത്തുന്നതാണ് ഈ സ്നാനം. അതുകൊണ്ട് സ്നാനം എന്നുള്ളത് ഒരു നിസ്സാരമായൊരു കാര്യമല്ല. ഈ ലോക സ്ഥിതിയിൽ നിന്ന് നാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന, നിത്യമായ ദൈവക്രോധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാശകരമായ വ്യവസ്ഥിതിയിൽ നിന്ന് ഒരുവനെ രക്ഷിക്കുന്ന ഒരു പെട്ടകം തന്നെയാണ്, നോഹയുടെ പെട്ടകം തന്നെയാണ് ഈ സ്നാനം. പഴയ നിയമം അനുഷ്ഠാനങ്ങളാൽ ബന്ധിതമാണ്, ആചാരങ്ങളാൽ ബന്ധിതമാണ്. എന്നാൽ പുതിയ നിയമം കൃപയാലുള്ള ആത്മരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. എഫെസ്യർ 2:8 എടുക്കണ്ട, നമുക്കറിയാം. എഫെസ്യർ 2:8 കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദാനമത്രേ. പുതിയ നിയമത്തിലൂടെ യേശു ചെയ്തത്, അതുവരെയും പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത ബലികൾ അർപ്പിക്കുന്നു, ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങൾ, നിരന്തരമായ യാഗങ്ങളാണ്. കാരണം ഈ ബലി അർപ്പിച്ചാൽ മാത്രമേ അവർക്ക് പാപമോചനം കിട്ടുകയുള്ളൂ, ദൈവത്തോട് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. പുരോഹിതന്മാരുടെ മധ്യസ്ഥതയാൽ ഇപ്രകാരം ബലികൾ ധാരാളം നടത്തി. എന്നാൽ യേശു ക്രിസ്തു വന്നിട്ട് പറയുകയാണ്, എല്ലാം പൂർത്തിയായി, ഇനി നിങ്ങൾ കാളക്കൊറ്റന്മാരുടെ രക്തം ഭൂമിയിൽ ചൊരിയിക്കേണ്ട കാര്യമില്ല, അവയ്ക്കൊന്നും നിങ്ങളുടെ പാപങ്ങൾക്ക് സമ്പൂർണമായി ക്ഷമ നൽകുവാൻ, മോചനം നൽകുവാൻ സാധിക്കുകയില്ല. എന്നാൽ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്മരിയാടായ ഞാൻ ഇതാ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. എൻ്റെ വിശുദ്ധ രക്തം കാണിക്കുന്നത് ഇനി ഒറ്റ മൃഗത്തിൻ്റെ രക്തം ഭൂമിയിൽ ചിന്തേണ്ട കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് ക്രൂശിൽ കിടന്ന് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, എല്ലാം പൂർത്തിയായി, എല്ലാം നിവൃത്തിയായി. എന്താണ് പൂർത്തിയാക്കിയത്? കാലങ്ങളായി യഹൂദ ജനത അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ചടങ്ങുകൾ ചെയ്യുകയായിരുന്നു. അവർക്ക് പാപക്ഷമ വേണം, ദൈവത്തോട് അടുക്കണം. എന്നാൽ ഇതാ കർമ്മങ്ങൾ ഇനി വേണ്ട, നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരുന്നോ അത് ഞാനിതാ ക്രൂശിൽ പൂർത്തിയാക്കി. ഇന്ന് പുതിയ നിയമം നമ്മോട് പറയുന്നത് നിങ്ങൾ കുറേ ചടങ്ങുകൾ ചെയ്യുക, കുറേ ആചാരങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. കർത്താവ് തൻ്റെ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞു, ബലിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ദഹനയാഗങ്ങളൊന്നും ആഗ്രഹിച്ചില്ല, മറിച്ച് അവിടുന്ന് തന്നെ യാഗമാക്കാനായിട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കേ പിന്നെ മനുഷ്യരോട് നിങ്ങൾ ബലിയർപ്പിക്കാനായിട്ട് അവിടുന്ന് ആവശ്യപ്പെടുമോ? ഒരിക്കലുമില്ല. എബ്രായ ലേഖനം 7, 8, 9, 10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ, സാവകാശം പിന്നീട് വായിച്ചാൽ മതി, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്.
പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. കാരണം സാധാരണക്കാർക്ക് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പുരോഹിതന്മാരുടെ മധ്യസ്ഥതയാലാണ് കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ട് അന്ന് പൗരോഹിത്യം ഉണ്ടായിരുന്നു, പാപപരിഹാര ബലി ഉണ്ടായിരുന്നു. പൗരോഹിത്യമുണ്ടെങ്കിൽ ബലി ഉണ്ടായിരിക്കും, ബലിയില്ലെങ്കിൽ പൗരോഹിത്യം ഉണ്ടാവുകയില്ല. എല്ലാ ഇസ്രായേൽ ജനതയും പാപം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ദൈവത്തിലേക്ക് അടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുരോഹിതന്മാരും ബലിപീഠവും എല്ലാം അന്ന് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ ആചാരങ്ങളിൽ നിന്ന് മോചനം, നിയമാനുഷ്ഠാനങ്ങളിൽ നിന്ന് മോചനം, വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി രക്ഷ. അതാണ് റോമാലേഖനം 10:9 നമ്മൾ വായിക്കുന്നത്. യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ പുതിയ നിയമം നൽകുന്നത് ഇനി അനുഷ്ഠാനങ്ങളില്ല, പുരോഹിതന്മാരില്ല, ബലികളില്ല, അതെല്ലാം അവസാനിച്ചു. നമ്മൾ നേരത്തെ എബ്രായ ലേഖനത്തിൽ ചില വാക്യങ്ങൾ വായിച്ചു, അത് ബലിയെ സംബന്ധിക്കുന്ന ഭാഗങ്ങളാണ്. ഇനി അനുഷ്ഠാനങ്ങളോ പൗരോഹിത്യമോ ഇല്ല. യേശുക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്ന പുരോഹിതനായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. അത് ഒന്നുകൂടി വ്യക്തമാക്കുവാൻ സാവകാശമായിട്ട് വായിക്കേണ്ടത് റോമാലേഖനവും അതുപോലെ തന്നെ ഗലാത്യ ലേഖനവും എബ്രായ ലേഖനം മുഴുവനും വായിക്കുക. റോമാലേഖനം, അതുപോലെ തന്നെ ഗലാത്യ ലേഖനം, പിന്നീട് എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങളും ആരുടെയും വ്യാഖ്യാനം കൂടാതെ നാം സ്വതന്ത്രമായി പരിശുദ്ധാത്മാവെ അങ്ങ് എന്നെ സത്യം വെളിപ്പെടുത്തണമേ എന്ന് ആഗ്രഹത്തോടെ നമ്മളത് വായിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് തന്നൊരു വിടുതൽ. പഴയ നിയമത്തിൽ ശാരീരികമായി എന്തെങ്കിലും അശുദ്ധി വന്നാൽ അപ്പോൾ എന്തെങ്കിലും ഒരു ബലിയർപ്പിക്കണം. എന്തെങ്കിലും ഒരു കൊച്ചു തെറ്റ് ചെയ്താൽ ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ബലികൾ അർപ്പിക്കണം. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വിശ്വസിക്കുന്നവർക്ക് സമ്പൂർണമായ രക്ഷ യേശു നൽകിയിരിക്കുകയാണ്. ഈ ലോകത്തിലെ മതങ്ങളൊക്കെ മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ തന്നെ ചില കർമ്മങ്ങൾ ചെയ്യൂ, നിങ്ങൾ തന്നെ ചില ആചാരങ്ങൾ ചെയ്യൂ, നിങ്ങൾ തന്നെ ചില ചടങ്ങുകൾ ഭക്തിയോടെ ചെയ്താൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് രമ്യതപ്പെടാമെന്നാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളൊക്കെ ഇനി ചെയ്താൽ തന്നെയും നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത ഒന്ന് ഞാൻ ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമം നമ്മോട് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ ചെയ്തത് നിങ്ങൾ വിശ്വസിക്കുക. ഈ സത്യം പലപ്പോഴും പൗരോഹിത്യ സഭകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവർ അവരുടെ പാരമ്പര്യങ്ങളാണ് തുടർന്ന് പോരുന്നത്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇനി അനുഷ്ഠാനങ്ങൾ പിന്തുടരണം, നിങ്ങൾ എല്ലാ ആഴ്ചയും കുർബാന കാണണം, അത് മുഴുവൻ കുർബാന കാണണം, നിങ്ങൾ കുമ്പസാരിക്കണം, നിങ്ങൾ ഇനി മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത് കൊണ്ട് ഒപ്പീസ് ചൊല്ലണം. അതിന് ധാരാളം ചടങ്ങുകളുണ്ട്. ഇനി അതുകൊണ്ടൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കുരിശെടുത്ത് മലയാറ്റൂർ മലയ്ക്കെങ്കിലും ഒന്ന് പൊക്കോ, നിങ്ങളുടെ പാപങ്ങൾക്ക് അങ്ങനെയെങ്കിലും കുറച്ച് പരിഹാരം കിട്ടും. ഇനി അതുകൊണ്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 50 ദിവസം ഇറച്ചി ഒഴിവാക്ക്, അല്ലെങ്കിൽ 25 ദിവസം നിങ്ങൾ മീൻ ഒഴിവാക്ക്, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ്. എന്നാൽ വചനം പറയുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട്, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ഞാനിതാ ഒരു രക്ഷാകര പദ്ധതി എന്നേക്കുമായി ഒരിക്കലായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം വിശുദ്ധ വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്നതിനാൽ കർത്താവിനെ നമുക്ക് കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് പഴയ നിയമ പുരോഹിതനാണ്. സാധാരണക്കാർക്കാർക്കും, ഇസ്രായേൽ മക്കൾ സാധാരണക്കാർക്ക് ദൈവത്തെ നേരിട്ട് സമീപിക്കാൻ സാധിക്കുകയില്ല. അവർ പാപം ചെയ്താൽ പുരോഹിതനെ സമീപിക്കണം. പുരോഹിതനാണ് മൃഗത്തെ ബലിയർപ്പിക്കുക. ഇങ്ങനെയായിരുന്നു പഴയ നിയമം. എന്നാൽ ഈ ബലിയെല്ലാം സൂചിപ്പിച്ചിരുന്നത് യേശുക്രിസ്തുവിൻ്റെ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദിവ്യചെമ്പരിയാടിൻ്റെ ബലിയുടെ നിഴലായിരുന്നു. ഇസ്രായേൽ മക്കൾ കാത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ മെശിഹ വന്നു. മെശിഹ വന്ന് വാഗ്ദാന പ്രകാരം തന്നെ, തിരുവചന പ്രകാരം തന്നെ അവിടുന്ന് മരിച്ചു. യെശയ്യായിൽ പറയുന്നത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ സമാധാനത്തിനായ ശിക്ഷ അവിടുന്ന് വഹിച്ചു. അങ്ങനെ ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവത്തിന് പറയുകയാണ് എല്ലാം പൂർത്തിയായി. അതായത് ഇനിയൊരു ബലിയില്ല, ഇനിയൊരു പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ല, യേശു എന്നേക്കും നിലനിൽക്കുന്ന ഒരു മഹാപുരോഹിതനായി തീർന്നു. അങ്ങനെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഈ പഴയ നിയമ പൗരോഹിത്യത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പഴയ നിയമ പൗരോഹിത്യം മരിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പഴയതിനെ കാലഹരണപ്പെടുത്തി പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ഇനി ആരും
ഈ പഴയതിലേക്ക് തിരിയരുത്. കാരണം എബ്രായ ലേഖനം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം മാറ്റപ്പെടുന്നില്ല, ഇനി ആർക്കും പൗരോഹിത്യം ലഭിക്കുന്നില്ല, കയ്യൊപ്പിലൂടെ ആർക്കും ലഭിക്കുന്നില്ല. കാരണം യേശു ക്രിസ്തു എന്നേക്കുമായിട്ട് ആ പൗരോഹിത്യം തുടച്ചു മാറ്റി അവിടുന്ന് സ്വർഗത്തിൽ എന്നേക്കും വസിക്കുന്നത് കൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തുവാണ് മഹാപുരോഹിതൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പഴയ നിയമ പൗരോഹിത്യം എന്നേക്കുമായി തീർന്നു. എന്നാൽ അതേസമയം യഹൂദ ജനത, ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ജനത പൗരോഹിത്യവുമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ബലിയും ബലിപീഠവുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. യഹൂദ പൗരോഹിത്യം ഉണ്ടായിരുന്നു. എന്നാൽ മറുഭാഗത്ത് ക്രിസ്ത്യാനികൾ, യേശു ക്രിസ്തുവിൻ്റെ ബലിയാൽ പാപക്ഷമ പ്രാപിച്ച ക്രിസ്ത്യാനികൾ അപ്പം മുറിക്കൽ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കാരണം ഇനി പാപപരിഹാര ബലിയില്ലല്ലോ. എന്നാൽ അന്ന് ക്രിസ്ത്യാനികൾക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. റോമാ ചക്രവർത്തിമാർ അവരെ ഉപദ്രവിച്ചിരുന്നു, പീഡിപ്പിച്ചിരുന്നു. അതുകൊണ്ട് രഹസ്യമായിട്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷ അവർ നടത്തിപ്പോന്നു. എന്നാൽ ഉത്തമന്മാരായ ക്രിസ്ത്യാനികളായിരുന്നു അന്നത്തെ ആ പീഡിപ്പിക്കപ്പെടുന്ന സഭയിൽ ഉണ്ടായിരുന്നത്. 312 AD കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അദ്ദേഹം ബാഹ്യമായൊരു ക്രിസ്ത്യാനിയായി തീർന്നു. അതുവരെ ക്രിസ്തു മതത്തെ പീഡിപ്പിച്ചിരുന്നവൻ ഇപ്പോൾ ക്രിസ്ത്യാനിയായപ്പോൾ ക്രൈസ്തവ മതത്തിലെ പലർക്കും ഉന്നത സ്ഥാനമാനങ്ങൾ നൽകി. 3-ാം നൂറ്റാണ്ട് വരെയും കുർബാന, പാവപരിഹാര ബലി ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പൗരോഹിത്യം ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ രീതിയിലുള്ള മെത്രാന്മാരുണ്ടായിരുന്നില്ല, അരമനകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവർ വളരെ പേടിച്ചായിരുന്നു ആരാധിച്ചിരുന്നത്. തന്നെവല്ല ഇത്തരം കാര്യങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് അന്യവുമാണ്. എന്നാൽ ഇവിടെ ക്രൈസ്തവ മതം ഒരു ഔദ്യോഗിക മതമായപ്പോൾ കത്തോലിക്ക മതം രംഗത്ത് വരികയാണ്. കത്തോലിക്ക മതത്തിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പഴയ നിയമ പൗരോഹിത്യം അത് മൃതമാണ്. എന്നാൽ ഇപ്പോൾ ക്രൈസ്തവ മതത്തിൻ്റെ ലേബലിൽ വീണ്ടും പൗരോഹിത്യ രംഗത്തേക്ക് വരികയാണ്. ഈ പാപ്പാമതം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്തായാലും ഈ പൗരോഹിത്യവും പൗരോഹിത്യ വസ്ത്രവും വെറുതെ ഇരിക്കുകയാണ്, ഇത് ഞാനെടുത്ത് അണിയുകയാണെങ്കിൽ ക്രൈസ്തവ മതത്തിൻ്റെ മേലധ്യക്ഷനാകാൻ എനിക്ക് സാധിക്കും, എല്ലാവരും എന്നെ അംഗീകരിക്കും, രാഷ്ട്ര നേതാക്കളും എന്നെ അംഗീകരിക്കും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കാലഹരണപ്പെടുത്തിയതിൻ്റെ ഒരു വികൃതമായ ഒരു അനുകരണം കുർബാന, പാവപരിഹാര ബലി എന്ന രീതിയിൽ അങ്ങ് വീണ്ടും രംഗത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. തന്നെയല്ല, ഈ പൗരോഹിത്യം യേശു ക്രിസ്തു തന്നതാണ്, യേശു ഞങ്ങൾക്ക് പൗരോഹിത്യം തന്നിട്ടുണ്ട് എന്ന് പാപ്പാമതത്തിൻ്റെ ചില നേതാക്കൾ അവകാശപ്പെട്ടപ്പോൾ അത് സാധാരണക്കാർക്ക് എളുപ്പം വിശ്വസിക്കുവാനായിട്ട് സാധിച്ചു. കാരണം അവർക്ക് അധികം വചനപരിജ്ഞാനമില്ല. അതുകൊണ്ട് ഇവിടെ കാലഹരണപ്പെടുത്തിയത് മറ്റൊരു രൂപത്തിൽ വീണ്ടും രംഗപ്രവേശനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. മാത്രമല്ല, ഈ ബലിയർപ്പണം ഒരു വരുമാന മാർഗം ആക്കുകയും ചെയ്തു. പൈസ കൊടുക്കുകയാണെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ളൊരു ബലി. അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരിക്കലും പണത്തിനായിട്ട് ഉള്ളതല്ല. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിലുള്ള കർത്തൃമേശ, അപ്പം മുറിക്കൽ അതിനെ മാറ്റിവെച്ച് ഒരു വിചിത്ര രീതിയിലുള്ള ഒരു പൗരോഹിത്യം വന്നു. ആ പൗരോഹിത്യം ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പാട്ട് പോവാണ് ചെല്ലണമായിരുന്നു. മകനെ, ഇത് 50 രൂപയേ ഉള്ളൂ. പാലിന് എന്താ വില, കോഴിക്ക് എന്താ വില, ആട്ടിറച്ചിക്ക് എന്താ വില? നടക്കില്ല മോനെ, ഒറ്റ പാട്ടുപാണ് ചെല്ലാൻ പറ്റില്ല. ഇത് കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ വരുമാനത്തിന് വേണ്ടി ഒരു ബലിയർപ്പണം. യഥാർത്ഥത്തിൽ ഇനി പാവപരിഹാര ബലിയില്ല എന്ന് പറഞ്ഞിരിക്കെ ഇവിടെ ക്രൈസ്തവ മതത്തിൻ്റെ ലേബലിൽ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നാൽ ക്രിസ്തു നീക്കിയത് നാം ആരും ഇനി പുനഃസ്ഥാപിക്കാൻ പാടില്ല. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് പഴയ നിയമ പൗരോഹിത്യത്തെ മാറ്റി
ബലികൾക്ക്, പാപപരിഹാര ബലികൾക്ക് എന്നേക്കുമായി വിരാമം കുറിച്ചു. അതിനുവേണ്ടി യേശു തൻ്റെ ശരീരത്തെ യാഗമാക്കി. ഇനി ആരും ബലിയർപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ഇനി ആരും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായി ഒരു ബലിയർപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് യേശു തൻ്റെ വിശുദ്ധ ശരീരം കാൽവരി ക്രൂശിൽ ബലിയാക്കിയത്. കത്തോലിക്ക സഭ ഇപ്പോഴും കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനു വേണ്ടി കുർബാന എന്ന പേരിൽ പരിഹാര ബലി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിക്ക് വേണ്ടി 2003 കർദിനാൾ വർക്കിവദയത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വിശ്വാസവും ധാർമ്മികതയും ചില അടിസ്ഥാന കാഴ്ചപ്പാടുകൾ എന്ന പേരിൽ കത്തോലിക്ക സഭയിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കൂദാശകൾ, മറിയത്തോടുള്ള ഭക്തി, സ്വരൂപവണക്കം, ശിശുസ്നാനം, ഈ വക കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അത് സമർത്ഥിക്കുന്ന ഒരു പുസ്തകമാണ് അത്. എന്നാൽ ആ പുസ്തകത്തിന് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ളൊരു മറുപടി തയ്യാറാക്കുവാൻ ഈ എളിയവന് സാധിച്ചു. ആ പുസ്തകത്തിൽ നിന്ന്, ഈ മറുപടി പുസ്തകത്തിൽ നിന്ന് എന്താണ് പൗരോഹിത്യം, ഇനി ഈ പാപങ്ങളുടെ മോചനത്തിനും ഇനി ഈ കടങ്ങൾ പൊറുതിക്കുമായും ബലികളുണ്ടോ, പുരോഹിതന്മാരുണ്ടോ, ആ കാര്യം ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ മെത്രാന്മാർക്ക് കൊടുത്തിരിക്കുന്ന ആ മറുപടി ഏതെങ്കിലും ഒരു സഭയെയോ വ്യക്തിയെയോ മെത്രാനെയോ ഒന്നും വിമർശിക്കാനായിട്ടല്ല. കാരണം ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ അറിയാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കത്തോലിക്ക സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, യാക്കോബായ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്ക് ഈ സത്യം, കർത്താവിൻ്റെ വചനം എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, ആ സത്യാന്വേഷികൾക്ക് വചനമെന്ന സത്യം വെളിപ്പെടുത്തി കൊടുക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശമാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ ആ പുസ്തകത്തിൽ പഴയ നിയമ പൗരോഹിത്യത്തെ മാറ്റി യേശുക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തുവിൻ്റെ ഏകപരിഹാര യാഗത്താൽ ഇനി പാപപരിഹാര ബലിയില്ല, ഈ കാര്യം വചനത്തിൽ നിന്ന് വ്യക്തമായി പറയുന്ന ഒരു ലേഖനഭാഗം ഇതിലുണ്ട്. അതൊന്ന് വായിക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമകാലത്ത് പാപപരിഹാര ബലി അർപ്പിച്ചിരുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. അവർ ജനത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി മൃഗങ്ങളെ കൊന്ന് രക്തം ബലിപീഠത്തിൽ തളിച്ചിരുന്നു. അതിനാൽ അന്ന് ബലിപീഠം അല്ലെങ്കിൽ അൾത്താരം ഉണ്ടായിരുന്നു. പുരോഹിതൻ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് ലേവ്യ പുസ്തകം 21:13 കാണാം. അതുകൊണ്ട് ബ്രഹ്മചാരിയായ ഒരാൾക്ക് പുരോഹിതനായി തുടരാൻ സാധിക്കുകയില്ല. ലേവ്യ ഗോത്രത്തിലെ അഹ്റോനും തൻ്റെ സന്തതി പരമ്പരകൾക്ക് മാത്രമാണ് ഇത്തരം പൗരോഹിത്യം കർത്താവ് നൽകിയത്. മറ്റു ഗോത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് ഒരു കാരണവശാലും പുരോഹിതരാകുവാൻ കഴിയുമായിരുന്നില്ല. വിചാരിക്കുന്ന എല്ലാവർക്കും പഴയ നിയമത്തിൽ പുരോഹിതന്മാരാകുവാൻ, പാപപരിഹാര ബലി അർപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. കാരണം ലേവ്യ ഗോത്രത്തിൽ ജനിച്ചവന് മാത്രമേ അത് സാധിക്കുമായിരുന്നുള്ളൂ. പുരോഹിത വസ്ത്രം, പുരോഹിതാഭിഷേകം, ധൂപം പുകയ്ക്കൽ തുടങ്ങിയവയെല്ലാം അന്നും ഉണ്ടായിരുന്നു. ബൈബിളിൽ, പുറപ്പാടിലും ലേവ്യ പുസ്തകത്തിലും ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുരോഹിതരുടെ ബലിയിൽ ഒഴുക്കിയിരുന്ന മൃഗരക്തം ജനത്തിന് എന്നേക്കുമായി പാപമോചനം നൽകിയില്ല. അത് എബ്രായ ലേഖനം 10:4 കാണാം. ഈ മൃഗങ്ങളുടെ രക്തം ജനത്തിന് എന്നേക്കുമായി പാപശുദ്ധീകരണം നൽകിയിരുന്നില്ല എന്നുള്ള കാര്യം അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇത്തരം ബലികൾ, അതായത് പഴയ നിയമത്തിലെ പുരോഹിതന്മാരാൽ നടത്തിക്കൊണ്ടിരുന്ന പാവപരിഹാര ബലികൾ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ നിഴൽ മാത്രമായിരുന്നു. അത് എബ്രായ ലേഖനം 10:1 നാം വായിക്കുന്നത്. പുരോഹിതരുടെ ഈ ബലികൾ വഴി പരിപൂർണ പാപമോചനം ലഭിക്കാത്തതുകൊണ്ട് പുരോഹിതർ ബലി നിത്യേന ആവർത്തിച്ച് അർപ്പിച്ചിരുന്നു. എന്നാൽ യേശു കുരിശിൽ മരിച്ചതോടെ അതിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾക്ക് എന്നേക്കുമായി മോചനം ലഭിച്ചു. എബ്രായ ലേഖനം 10:1-4 വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ ബലി അവർ നിത്യേന ആവർത്തിക്കുകയാണ്. കാരണം അതിൽ പങ്കെടുക്കുന്നവർക്ക് എന്നേക്കുമായി പൂർണ്ണ വിശുദ്ധീകരണം നൽകുവാൻ ആ ബലികൾക്ക് ഒരു നാളും സാധ്യമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു എന്നേക്കുമായി ഒരിക്കലായി അർപ്പിച്ച ബലിയിൽ ആര് വിശ്വസിക്കുന്നുവോ അവരെ വിശുദ്ധരും പരിപൂർണരുമാക്കി എന്നാണ് താഴെ എബ്രായ ലേഖനം 10 നമ്മോട് പറയുന്നത്. എബ്രായ ലേഖനം 10 11-12 വാക്യങ്ങളിൽ നിന്ന് വായിക്കട്ടെ. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. അവനാകട്ടെ, അതായത് യേശു, പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ നിത്യേന ബലിയർപ്പിക്കുകയാണ്. എന്നാൽ
പാപങ്ങൾക്കുള്ള മോചനം യേശുക്രിസ്തു എന്നേക്കുമായി ഒരിക്കലായി തൻ്റെ ഏകയാഗത്താൽ വരുത്തിയതുകൊണ്ട് ഇനി കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ വൃദ്ധിക്കുമായി യാതൊരു ബലിയും നിലനിൽക്കുന്നില്ല. അതിനാൽ ഇനി നിത്യേന ആവർത്തിച്ച് അർപ്പിക്കുന്ന ബലിയോ അതർപ്പിക്കുന്ന പുരോഹിതന്മാരോ പുതിയ നിയമസഭയിലില്ല. പാപപരിഹാര ബലിയർപ്പണം ഉണ്ടെങ്കിലേ ബലിയുടെയും പുരോഹിതൻ്റെയും ബലിപീഠത്തിൻ്റെ ആവശ്യമുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടെ പാപപരിഹാര ബലികൾ എന്നേക്കുമായി അവസാനിച്ചു. എബ്രായലേഖനം 10:18 ഇപ്രകാരമാണ് പറയുന്നത്: പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. എന്തിനാണ് കുർബാന നടത്തുന്നത്? ഒരു പുരോഹിതൻ പറയും, ഇത് കടങ്ങളുടെ മോചനത്തിനാണ്, പാപങ്ങളുടെ വൃദ്ധിക്കായിട്ടാണ്. അതിനുവേണ്ടിയാണ് പുരോഹിതനാകുന്നത് തന്നെ. എന്നാൽ വചനം പറയുന്നത് പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. പാപപരിഹാര ബലി ആവശ്യമില്ലെങ്കിൽ പുരോഹിതൻ്റെ ആവശ്യമില്ല, ബലിപീഠത്തിൻ്റെ ആവശ്യമില്ല, കർമാദികളുടെ ആവശ്യമില്ല. ഈ ബലികൾക്ക് എന്നേക്കുമായി വിരാമം കുറിക്കാൻ വേണ്ടിയാണ് യേശു തൻ്റെ ശരീരത്തെ ബലിയർപ്പിച്ചത്. ശ്രദ്ധിക്കുക, യേശു അർപ്പിച്ച ഏക ബലിയിൽ വിശ്വസിക്കുന്നവർക്ക് യേശു പാപമോചനം കൊടുത്ത് അവരെ വിശുദ്ധരും പരിപൂർണരുമാക്കുന്നു. എബ്രായലേഖനം 10:10 ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരണമാണല്ലോ ഏറ്റവും വലിയ കാര്യം. അതിനാണ് മനുഷ്യൻ ധാരാളം ചടങ്ങുകൾ ചെയ്യുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ചടങ്ങുകൾ കൂടാതെ യേശുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുക, പാരമ്പര്യങ്ങളല്ല വിശ്വസിക്കേണ്ടത്. പ്രിയമുള്ളവരെ, വീണ്ടും എബ്രായലേഖനം 10:14 പറയുന്നത്: വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി പരിപൂർണരാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ആ ഒറ്റ ബലിമതി വിശ്വസിക്കുന്നവർക്ക് പരിപൂർണത നേടുവാൻ. ഇനി കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായി പുരോഹിതന്മാരാൽ അർപ്പിക്കപ്പെടുന്ന ബലി ഇല്ല. അതിനാൽ ബലിപീഠം, പുരോഹിതർ, പുരോഹിത വസ്ത്രം, ധൂപം പുകയ്ക്കൽ, നിത്യേന ആവർത്തിക്കുന്ന ബലിയർപ്പണം എന്നിവയെല്ലാം നീക്കിക്കളഞ്ഞ് യേശുക്രിസ്തു പുതിയ ഉടമ്പടി എന്നേക്കുമായി സ്ഥാപിച്ചു. എബ്രായലേഖനം 10:9-13 വരെ വായിക്കുമ്പോഴും 7:18 വരെ വായിക്കുമ്പോഴും നാം കാണുന്നത് ഇങ്ങനെയാണ്: രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു, ആദ്യത്തേതിനെ അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു പഴയ പൗരോഹിത്യവും ബലിയും കാലഹരണപ്പെടുത്തി നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ പുരോഹിതന്മാർക്കോ പോപ്പിനോ ആർക്കും ക്രിസ്തു നീക്കിക്കളഞ്ഞതിനെ പുനഃസ്ഥാപിക്കുവാൻ ഒരു നാളും സാധിക്കുകയില്ല എന്നുള്ള സത്യം എല്ലാ സഭാവിശ്വാസികളും തിരിച്ചറിയണം. ഇന്നത്തെ പുരോഹിതരും അവരുടെ ദിവ്യബലിയും ഇതൊക്കെ കൂടി ചേർന്ന് ഈ വചനസത്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ കൂദാശകളിൽ വെച്ച് ഏറ്റവും വചന നിഷേധിയായി കൂദാശ കുർബാനയാണ്. കാരണം ഇനി പാപങ്ങളുടെ മോചനത്തിനായി പുരോഹിതന്മാരാൽ അർപ്പിക്കപ്പെടുന്ന ബലി ഇല്ല എന്നുള്ളത് പുതിയ നിയമസഭയുടെ അടിത്തറയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഉദ്ദേശം, യേശു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം ഇനി പാപപരിഹാര ബലി ആരും അർപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതിനെയെല്ലാം പാടെ നിഷേധിച്ചുകൊണ്ട് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായും ഉള്ളതാണ് എന്ന പേരിൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി ഇന്നത്തെ പുരോഹിതന്മാർ അർപ്പിക്കുന്നു. സീറോ മലബാർ കുർബാന പുസ്തകം പേജ് 106-147, ഇത് പഴയ എഡിഷനാണ്. അത് വായിക്കുമ്പോൾ ഈ കുർബാന പാപങ്ങളുടെ പൊറുതിക്കായിട്ടാണ് എന്നാണ് കുർബാന പുസ്തകത്തിൽ പുരോഹിതന്മാർ അർപ്പിക്കുന്ന ആ ബലി പാപങ്ങളുടെ മോചനത്തിനായിട്ടാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പുരോഹിതന്മാർ കൃത്രിമ ബലിപീഠവും പുരോഹിത വസ്ത്രവും ബലിക്കുള്ള ക്രമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുർബാന യേശുവിൻ്റെ കാൽവരി യാഗത്തിൻ്റെ ആവർത്തനമാണെന്നാണ് പുരോഹിതർ അവകാശപ്പെടുന്നത്. എന്നാൽ യേശുവിൻ്റെ ബലിയെ മനുഷ്യൻ്റെ യാതൊരു കർമ്മം കൊണ്ടും കൂദാശ കൊണ്ടും ആവർത്തിക്കാനോ പുനരാവിഷ്കരിക്കാനോ സാധ്യമല്ല. ഇക്കാര്യം എബ്രായലേഖനം 7:27, എബ്രായലേഖനം 9:25-28 വരെയുള്ള വാക്യങ്ങൾ, എബ്രായലേഖനം 10:10-12 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. പാപപരിഹാര ബലി അർപ്പിക്കാൻ തങ്ങൾക്ക് പൗരോഹിത്യ പദവി കിട്ടി അല്ലെങ്കിൽ പട്ടം കിട്ടിയിട്ടുണ്ട് എന്നാണ് പുരോഹിതർ പറയുന്നത്. എന്നാൽ യേശു ബലിയർപ്പിക്കാനായി തൻ്റെ പൗരോഹിത്യം ഒരൊറ്റ മനുഷ്യനും കൈമാറിയിട്ടില്ല. വചനം ഇങ്ങനെയാണ് പറയുന്നത്, എബ്രായലേഖനം 7:24, യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം മാറ്റപ്പെടുന്നില്ല. കത്തോലിക്ക പുരോഹിതന്മാർ അവകാശപ്പെടുന്നത് യേശുവാണ് ഞങ്ങൾക്ക് ഈ പൗരോഹിത്യം തന്നത്, കൈമാറ്റം വഴി യേശുവിൻ്റെ പൗരോഹിത്യം ഞങ്ങൾക്ക് കൈമാറ്റപ്പെട്ടു എന്നൊക്കെയാണ്. എന്നാൽ വചനം പറയുന്നത് യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല. സത്യം ഇതായിരിക്കെ
കുർബാന പുസ്തകം പേജ് 61 പറയുന്നത് യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നുവെന്നാണ്. ഇത് തികച്ചും വ്യാജമാണ്. ഒന്നുകിൽ വചനം സത്യം, പ്രിയമുള്ളവരെ, വചനമാണ് സത്യം. യോഹന്നാൻ 17:17 പറയുന്നത് അവിടുത്തെ വചനമാണ് സത്യം. പാരമ്പര്യം നുണയാണ്, അത് മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി, അപ്പം മുറിക്കലും കുർബാനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. യേശു ലോകത്തിലേക്ക് വന്നത് തൻ്റെ നിത്യമായ ബലി മൂലം പുരോഹിതർ അർപ്പിച്ചിരുന്ന എല്ലാ പാപപരിഹാര ബലികളും അവസാനിപ്പിക്കാനാണ്. അതുകൊണ്ട് പുരോഹിതരുടെ ബലി അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. ഇതാ വചനം പറയുന്നു, എബ്രായ ലേഖനം 10:5. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. അതെ, യേശു ഒരിക്കലും ഒരു മനുഷ്യൻ അർപ്പിക്കുന്ന പാപപരിഹാര ബലിയിൽ ഇനി സംപ്രീതനായി ആകുകയില്ല. ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ബലിയാണ്, ഇതിൽ ദൈവം സംപ്രീതനാകണം എന്നൊന്നും പറഞ്ഞാൽ യേശു ഇതിൽ സംപ്രീതനാകുകയില്ല. കാരണം ഇനി ബലി അർപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് തൻ്റെ വിശുദ്ധ രക്തം കാൽവരി ക്രൂശിൽ ചിന്തിയത്. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. എബ്രായർ 10:5. വീണ്ടും എബ്രായർ 10:8 പറയുന്നത്, ബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല. അവിടുന്ന് ആഗ്രഹിക്കാത്തത്, ഇഷ്ടപ്പെടാത്തത് നമ്മൾ എന്തിനു ചെയ്യണം? അങ്ങനെ ചെയ്യുമ്പോൾ നാം കർത്താവിൻ്റെ ബലിയെ അംഗീകരിക്കാത്തവരുടെ പട്ടികയിൽ പെടും. എന്നാൽ യേശു നമ്മോട് ബലിയർപ്പിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം വരുന്ന വ്യാജമായ പാട്ടാണ് കുർബാനയ്ക്ക് മുന്നോടിയായി പാടുന്നത്. ശ്രദ്ധിക്കുക, അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. ഈ പാട്ട് കേട്ടാൽ തോന്നും ആ പെസഹ നാളിൽ യേശു നമ്മളോടൊക്കെ ബലിയർപ്പിക്കാൻ പറഞ്ഞു എന്നാണ്. ഒരിക്കലും യേശു അന്നാ പെസഹ നാളിൽ ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ യേശു എന്താണ് പറഞ്ഞത്? യേശു നമ്മോട് ബലിയർപ്പിക്കാൻ പെസഹ നാളിൽ കൽപ്പിച്ചിട്ടേയില്ല. ഓർമ്മയ്ക്കായി ചെയ്യാനാണ് യേശു കൽപ്പിച്ചിട്ടുള്ളത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 22:19 ഓർമ്മയാചരണം വേറെ, ബലിയർപ്പണം വേറെ. ഓർമ്മയാചരണത്തിൻ്റെ പേരിൽ ഒരു ബലിയർപ്പണം തന്നെ തങ്ങൾക്ക് നടത്തിക്കളയാമെന്നാണ് പുരോഹിതർ വ്യാമോഹിക്കുന്നത്. ഇത് സാധാരണയായിട്ട് കുർബാന ഇത് യേശു കൽപ്പിച്ചതാണ് എന്നാണ് പുരോഹിതന്മാർ പറയുക. അത് പങ്കെടുക്കുന്നവരും പറയുന്നത് യേശു കൽപ്പിച്ചതാണെന്ന്. യേശു ഒരിക്കലും ഒരു ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പം മുറിക്കൽ നടത്തുവാൻ, അത് തൻ്റെ മരണപുനരുത്ഥാനത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവാനാണ് പറഞ്ഞത്. ഓർമ്മയാചരണത്തിൻ്റെ പേരിൽ ഒരു ബലിയർപ്പിക്കാൻ ആർക്കും അധികാരമില്ല. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെ അങ്ങനെ കുർബാനയിലൂടെയുള്ള ഈ ബലി അതിലംഘിക്കുകയാണ് ചെയ്യുന്നത്. 2 യോഹന്നാൻ 9 പറയുന്നത്, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. ഈ കുർബാന മധ്യേ പുരോഹിതൻ ആവർത്തിച്ച് ധൂപം പുകച്ച് ആ പുക വഴി പാപമോചനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാനയിൽ ധൂപം പുകയ്ക്കാറുണ്ടല്ലോ, ആ പുക വഴിയാണ് പാപമോചനം കിട്ടുക എന്നാണ് കുർബാനയിലൂടെ വ്യക്തമാക്കുന്നത്. അത് കുർബാന പുസ്തകം പേജ് 27, 28, 45, 46, 86, 87 പേജുകളിൽ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പുരോഹിതൻ്റെ ധൂപം വീശൽ മുഖാന്തരം പാപമോചനം കിട്ടും, അതിനായിട്ടുള്ള പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. അങ്ങനെ എത്രമാത്രം വചന നിഷേധിയായ ഒരു കാര്യമാണ് അത്. കാരണം വചനം പറയുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ പാപമോചനം ലഭിക്കൂ. എബ്രായ ലേഖനം 9:22 പറയുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. 1 യോഹന്നാൻ 1:7 പറയുന്നത്, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ രക്തത്തിൽ മാത്രം പാപമോചനം ലഭ്യമായിരിക്കെ പുക വഴിയാണ് പാപമോചനം കിട്ടുക എന്നുള്ളത് വാസ്തവത്തിൽ ദൈവദൂഷണമാണ്. പക്ഷേ അറിവില്ലായ്മ കൊണ്ട്, ഇതാരും ചോദ്യം ചെയ്യാത്തത് കൊണ്ടും പാരമ്പര്യത്തിൻ്റെ പേരിൽ ഭക്തിയുടെ പരിവേഷം കിട്ടി ഇത്തരത്തിലുള്ള വിരോധാഭാസങ്ങളൊക്കെ അങ്ങ് നടക്കുകയാണ്. അത് ജനം അംഗീകരിക്കുന്നത് കൊണ്ട് ദൈവവും അംഗീകരിക്കുന്നു എന്നാണ് പലരും കരുതുന്നത്. പ്രിയമുള്ളവരെ, സകലരും അംഗീകരിച്ചാലും ദൈവം അംഗീകരിച്ചില്ല എങ്കിൽ എന്താ പ്രയോജനം? യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ ഓർമ്മയാചരിക്കാനുള്ള വിശുദ്ധ ശുശ്രൂഷ ബൈബിളിൽ 3 പേരുകളിൽ മാത്രമാണ് അറിയപ്പെടുന്നത്. 1 കർത്താവിൻ്റെ മേശ, അത് 1 കൊരിന്ത്യർ 10:21 കാണാം. രണ്ടാമത്തെ പേര് കർത്താവിൻ്റെ അത്താഴം എന്നാണ്, അത് 1 കൊരിന്ത്യർ 11:20 കാണാം. മൂന്നാമത്തെ പേര് അപ്പം മുറിക്കൽ എന്നാണ്, അത് അപ്പസ്തോല പ്രവർത്തനം 2:40 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:7 കാണാം. കുർബാനയെന്നോ ദിവ്യബലിയെന്നോ ഇതിനെ ബൈബിൾ വിളിച്ചിട്ടില്ല. നമുക്ക് ഈ ശുശ്രൂഷയെ ഇങ്ങനെ പേർ വിളിക്കാൻ അനുവാദവുമില്ല. ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു ദിവ്യബലിയായിരുന്നുവെങ്കിൽ അന്നത്തെ യഹൂദ പള്ളിയിലെ ബലിപീഠത്തിൽ വെച്ച് പുരോഹിത വസ്ത്രം അണിഞ്ഞുകൊണ്ടായിരുന്നു ഇത് അർപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ യേശു സ്ഥാപിച്ച തൻ്റെ ഓർമ്മയ്ക്കായുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു വീട്ടിലെ മേശമേൽ വെച്ചാണ് യേശു സ്ഥാപിച്ചത്. മത്തായി 26:18, ലൂക്കോസ് 22:21. പ്രത്യേകം ശ്രദ്ധിക്കുക, പുരോഹിതന്മാർ ബലിയർപ്പിച്ചിരുന്നത് ബലിപീഠത്തിലായിരുന്നു.
ഇതൊരു ബലിയായിരുന്നുവെങ്കിൽ, ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ ബലിയായിരുന്നുവെങ്കിൽ ബലിപീഠത്തിൽ വെച്ച് മാത്രമേ യേശു അർപ്പിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഒരു വീട്ടിലെ മേശമേൽ വെച്ചാണ് അത് അർപ്പിച്ചത്. അത് ബലിയല്ല. പ്രിയമുള്ളവരെ, യേശു ഒരിക്കലും ഒരു പുരോഹിത വസ്ത്രവും ധരിച്ചിരുന്നില്ലല്ലോ. ജീവനില്ലാത്തൊരു വസ്തുവിനെ ആരാധിക്കരുത്. ഇന്ന് പുരോഹിതന്മാർ ചെയ്യുന്നത് ഒരപ്പം ഉയർത്തിപ്പിടിച്ച് അപ്പത്തിലാണ് യേശു വാഴുന്നത് എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഈ ജീവനില്ലാത്ത അപ്പത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് യേശുവാണ് ഈ അപ്പം എന്ന് പറഞ്ഞ് ആരാധന നടത്തുക. അത് തികച്ചും വിഗ്രഹാരാധനയാണ്. ഞാനാണ് വാതിൽ, യോഹന്നാൻ 10:9 യേശു പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് മുന്തിരിച്ചെടി, യോഹന്നാൻ 15:5 യേശു പറഞ്ഞു. ഞാനാണ് ജീവൻ്റെ അപ്പമെന്ന് യോഹന്നാൻ 6:35 കർത്താവ് സദൃശമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം വാതിലിനെയും മുന്തിരിച്ചെടിയെയും ആരാധിക്കുക എന്നുള്ളതല്ലല്ലോ. ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് യേശു വ്യക്തമായി കൽപ്പിച്ചിട്ടുണ്ട്, യോഹന്നാൻ 4:24. അതിനാൽ യേശു തൻ്റെ ഓർമ്മയ്ക്കായുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ സ്ഥാപിച്ചപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാരാരും അപ്പത്തെയോ പാനപാത്രത്തെയോ ആരാധിച്ചില്ല. അവിടെ ആരും ആരാധിച്ചില്ല. എന്നാൽ ഇന്ന് കുർബാനയിൽ മനുഷ്യനുണ്ടാക്കുന്ന ഗോതമ്പത്തെ സൂര്യാകൃതിയിലുള്ള പാത്രത്തിൽ വെച്ച് അപ്പം യേശുവായി മാറി എന്ന് പറഞ്ഞ് അപ്പത്തെ ആരാധിപ്പിക്കുന്നത് വിഗ്രഹാരാധനയാണ്. ദൈവത്തെ അരളിക്കയിൽ വെച്ച് സക്രാരിക്കുള്ളിൽ പൂട്ടുവാനും ആവശ്യമുള്ള സമയത്ത് എടുത്ത് ജനത്തിന് മുമ്പാകെ പ്രദർശിപ്പിക്കാനും കഴിയില്ല. ഒരു പുരോഹിതൻ ഒരു ലോഹപാത്രം എടുത്ത് ഉയർത്തി ഇടം വലം മന്ദം തിരിയുമ്പോൾ അതിനൊപ്പം തിരിയുന്നവനല്ല സർവശക്തനായ ദൈവം. വചനമറിയാത്തവരെ എളുപ്പം കബളിപ്പിക്കാം, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. ഗലാത്യ 7. ഈ കുർബാന കാണുന്ന ധാരാളം ഭക്തർ ഈ കാണുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ എന്ന് ചിന്തിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാറില്ല. അവർ 1 മണിക്കൂർ നേരം വളരെ ഭക്തിയോടെ പുരോഹിതൻ കാണിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് വളരെ പ്രസാദകരമായൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ മടങ്ങിപ്പോവുകയാണ്. ചിലർക്കാണെങ്കിൽ എല്ലാ ദിവസവും കുർബാന കാണണം. അത് കണ്ടാലേ അവർക്ക് ഒരു സന്തോഷം വരികയുള്ളൂ. പക്ഷേ എന്താണ് വാസ്തവത്തിൽ യേശു ക്രൂശിൽ ചെയ്തത്? എന്താണ് യേശു ക്രിസ്തു തൻ്റെ യാഗ മരണത്തിലൂടെ പൂർത്തീകരിച്ചത്? എവിടെയാണ് യേശു പാവപരിഹാര ബലി അർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനം അവർ ചിന്തിക്കുന്നില്ല. ചടങ്ങിൽ മാത്രം ഉള്ളൊരു ഭക്തി. മാത്രമല്ല, ഇത്തരം കുർബാന അത് ശരിയാണ്, ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കുവാൻ ദൈവമാണ് അധികാരം തന്നിട്ടുള്ളത്, അങ്ങനെ കുർബാനയെ മഹത്വപ്പെടുത്തുന്ന പ്രസംഗങ്ങളാണ് സാധാരണ പുരോഹിതർ പറയാറ്. അത് അതേപടി വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ഒരു ചടങ്ങ് എത്രമാത്രം ജനം അതിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും ദൈവം അംഗീകരിക്കുകയില്ല. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവുകയില്ല. നമ്മുടെ അംഗീകാരമോ തിരസ്കാരമോ അല്ല, ദൈവത്തിൻ്റെ വചനത്തെ നാം അംഗീകരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അംഗീകരിക്കും എന്ന് മാത്രം. ഇനിയും കുർബാനയെക്കുറിച്ചുള്ള തുടർന്നുള്ള വചന വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കാം. കുർബാനയപ്പം യേശുവായി മാറുന്നു എന്ന വചനവിരുദ്ധ സിദ്ധാന്തം AD 1215 ഇന്നസെൻ്റാണ് കൊണ്ടുവന്നത്. അക്കാലത്ത് അൽമായർക്ക് ബൈബിൾ വായന പാടെ നിഷേധിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ശരീരം ഒരിക്കലും ജീർണിക്കുകയില്ല. അപ്പസ്തോല പ്രവർത്തനം 2:31 16 സങ്കീർത്തനം 16:10 പറയുന്നുണ്ട്, യേശുവിൻ്റെ ശരീരം ജീർണിക്കുകയില്ല, ദ്രവിക്കുകയില്ല. എന്നാൽ കുർബാനയപ്പം യേശുവായി മാറാത്തത് കൊണ്ടാണ് മറ്റ് അപ്പങ്ങളെപ്പോലെ കുർബാനയപ്പവും ജീർണിക്കുന്നതും പൂപ്പൽ പിടിക്കുന്നതും വയറ്റിലെത്തിയാൽ ദഹിക്കുന്നതും. നശിച്ചു പോകുന്ന വസ്തുക്കളെ ആരാധിക്കരുത്. പുരോഹിതൻ പറയുകയാണ് ഇതാണ് യേശുവെന്ന്. പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ പറഞ്ഞാലൊന്നും ഒരപ്പത്തിന് യേശുവായി മാറാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, നിങ്ങൾ എനിക്ക് ഒരുക്കുന്ന ആലയം ഏതു വിധം. അതുകൊണ്ട് മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഗോതമ്പപ്പം, ഇതാണ് ദൈവം, ഇതാണ് യേശു, ഇതിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ എത്രമാത്രം ദൈവജനത്തോട് അജ്ഞത പുലർത്തുന്ന ഒരു ജനമായിരിക്കണം ആ കുർബാനയിൽ സംബന്ധിക്കുന്നത്. ഇനിയും കുർബാനയപ്പം ഭക്ഷിച്ചാൽ യേശു ആ അപ്പം സ്വീകരിച്ചവൻ്റെ ഉള്ളിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് വന്ന യേശു എത്ര മണിക്കൂർ സ്വീകരിച്ചവൻ്റെ ഉള്ളിലിരിക്കും? അടുത്ത ഞായറാഴ്ച വീണ്ടും കുർബാനപ്പം സ്വീകരിച്ച് യേശുവിനെ വീണ്ടും ഉള്ളിൽ വരുത്തണോ? അതായത് ആ 1 മണിക്കൂർ നേരം യേശു ഉള്ളിൽ വരുന്നു, പിന്നീട് അടുത്ത ഞായറാഴ്ച വീണ്ടും കുർബാന കാണാൻ പോകുന്നു. അപ്പോഴും പുരോഹിതൻ പറയുക യേശു നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോവുകയാണെന്ന്. ഇങ്ങനെയല്ല യഥാർത്ഥ ക്രിസ്തീയത. കാരണം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ
സ്ഥിരമായി യേശു വസിക്കുന്നു. കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത് ഈ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ് കൊളോസ്യർ 1:27 വാക്യത്തിൽ പറയുന്നത്. വരലും പോകലുമില്ല. പരത് കുർബാന സമയത്ത് മാത്രം യേശു വരുന്നു. പിന്നെ യേശുവിനെ കാണാനും യേശുവിനെ ആരാധിക്കാനും ഒരാഴ്ച കാത്തിരിക്കണം. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ അങ്ങനെയുള്ളൊരു അബദ്ധങ്ങളിൽ പെട്ടുപോകരുത്. കടങ്ങളുടെ പൊറുതിക്കായി മശിഹായുടെ ശരീരം എന്നേക്കുമായി ഒരിക്കലായി തകർക്കപ്പെട്ടു. അതാണ് എബ്രായ ലേഖനം 9:25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നത്. ഇനി കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ ശരീരത്തെ നിത്യേന വിഭജിക്കാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അതിനാൽ കുർബാന പുസ്തകത്തിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന കുർബാന പുസ്തകത്തിലെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുർബാന പുസ്തകം നോക്കി പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു എന്ന് കുർബാന പുസ്തകം പേജ് 116 കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന ഒരു വൈദികൻ. അത്രമാത്രം വലിയ ദൈവദൂഷണമാണ് ഇത്, പ്രിയമുള്ളവരെ. കാരണം ഇനി ആർക്കും യേശുവിൻ്റെ ശരീരത്തെ വിഭജിക്കുവാനോ ഒരിക്കൽ കൂടി യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാനോ സാധിക്കുകയില്ല. എന്നേക്കുമായി ഒരിക്കലായി യേശു അർപ്പിച്ച ആ ബലി വഴിയായി പാപങ്ങൾക്കുള്ള മോചനം കർത്താവ് വരുത്തി. പൂർണ്ണമായും പാപമോചനം വിശ്വസിക്കുന്ന ഏവർക്ക് അവിടുന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും കടങ്ങളുടെ മോചനത്തിനായി മിശിഹായുടെ ശരീരം വിഭജിക്കുക എന്ന് പറഞ്ഞാൽ കടങ്ങളുടെ മോചനം ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ താൻ അർപ്പിച്ച ക്രൂശ് മരണം വഴിയായി ലഭ്യമായിട്ടില്ല. അതല്ലേ അത് സൂചിപ്പിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും സാധാരണ കുർബാന ഭക്തരും പുരോഹിതന്മാരും ചിന്തിക്കാറില്ല. അവർ ആ ചടങ്ങ് ഭക്തിയോടെ എങ്ങനെയെങ്കിലും നടത്തണം, അതാണ് അവരുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കടങ്ങളുടെ പൊറുതിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു എന്ന് ജനങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് ദൈവദൂഷണമാണ്. കാരണം ഒരു ഗോതമ്പപ്പം വൈദികൻ മുറിച്ചാൽ കടങ്ങൾക്ക് പൊറുതി വരില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ ക്രിസ്തു കാൽവരി ക്രൂശിൽ ഈ വേദനയോടെ മരിക്കേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പം മുറിക്കൽ ശുശ്രൂഷ മറ്റാരുടെയും ഓർമ്മയ്ക്കായി ഉള്ളതല്ല, യേശുവിൻ്റെ മാത്രം ഓർമ്മയ്ക്കായി ഉള്ളതാണ്. എന്നാൽ പുരോഹിതർ സ്ഥാപിച്ച ഇന്നത്തെ കുർബാന പുരോഹിത മേലധ്യക്ഷന്മാരുടെയും മറിയത്തിൻ്റെയും തോമാസ് ലിഹായുടെയും മറ്റും ബഹുമാനത്തിനും അവരുടെ ഓർമ്മ കൊണ്ടാടാനുമുള്ള ഒരു ബലിവേദിയുമായാണ് ഇരിക്കുന്നത്. കുർബാന പുസ്തകം 40, 70, 77, 99, 101 പേജിൽ. കാരണം ഇന്ന് പലരുടെയും ബഹുമാനത്തിന് വേണ്ടിയാണ് കുർബാന. എന്നാൽ യേശു സ്ഥാപിച്ചതോ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ബഹുമാനത്തിന് വേണ്ടിയല്ല. കൂട്ടത്തിൽ യേശുവിൻ്റെ ഓർമ്മയുണ്ടെന്ന് മാത്രം കുർബാനയിൽ. ബൈബിളിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷ പാപങ്ങളുടെ മോചനത്തിനായിട്ടല്ല, മറിച്ച് യേശുവിൻ്റെ ബലിയിലൂടെ പാപമോചനം പ്രാപിച്ച് സ്നാനപ്പെട്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2:38 മുതൽ 42 വരെ വായിക്കുമ്പോൾ അവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഇത് പറഞ്ഞതിന് ശേഷം അവർ സ്നാനപ്പെടുന്നു. അതിനുശേഷമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ആദ്യം പാപമോചനം, സ്നാനം, അതിനുശേഷമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ. അതായത് ക്രിസ്തുവിൻ്റെ ബലിയിലൂടെ പാപമോചനം പ്രാപിച്ച വിശ്വാസികൾ പങ്കെടുക്കാനുള്ളതാണ് അപ്പം മുറിക്കൽ. എന്നാൽ കുർബാന നേരെ വിപരീതമാണ്. ഇത് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് പുരോഹിതൻ വിചിത്രമായ വേഷവും അംഗവിക്ഷേപങ്ങളൊക്കെ കാണിച്ച് അത് അർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സത്യത്തിലേക്ക് വരണം. സ്നാനപ്പെട്ടവരാണ്, പാപമോചനം പ്രാപിച്ച് സ്നാനപ്പെട്ടവരാണ് അപ്പം മുറിക്കലിൽ പങ്കെടുത്തതെന്നാണ് ആദിമ ക്രൈസ്തവ സമൂഹം എന്നുള്ള ഹെഡിങ്ങിൽ POC ബൈബിളിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായി. 2:38 മുതൽ നിങ്ങളത് വായിച്ചു നോക്കുക. പുരോഹിതർ സ്ഥാപിച്ച കുർബാന പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് പോലും. വൈദികൻ കുർബാന ചൊല്ലിയില്ലെങ്കിൽ അൽമായന് പാപമോചനവും ഇല്ല. വിചിത്രം തന്നെ. കുർബാന ഇന്നയാൾക്ക് വേണ്ടി ഉദ്ദിഷ്ട കാര്യത്തിനായി ഇന്ന നിയോഗത്തിനൊക്കെയായി പണം കൊടുത്താൽ പണമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ചൊല്ലിപ്പിക്കാം. പഴയ നിയമത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ദൈവത്തോട് നേരിട്ടെടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അവർ പാപം ചെയ്താൽ ഒരു മൃഗത്തെ ബലിയർപ്പിക്കും. അതെല്ലാം പുരോഹിതൻ്റെ മധ്യസ്ഥത വഴിയാണ്. എന്നാൽ യേശു ക്രിസ്തു ഈ പുരോഹിതന്മാരുടെ മധ്യസ്ഥത ഒഴിവാക്കി നേരിട്ട് താനും ജനവുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് സ്വർഗം വിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. ഇനി പുരോഹിതന്മാരോ മധ്യസ്ഥരോ വേണ്ട. അതുകൊണ്ട് യേശു പറഞ്ഞു, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം പുരോഹിതന്മാരുടെ അരികിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു പറഞ്ഞത് ഇതാണ്, എൻ്റെ അരികിലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല.
എന്നാൽ ഇവിടെ പഴയ നിയമത്തിൽ പുരോഹിതന്മാർ വന്നപ്പോൾ ദൈവത്തിലേക്ക് നേരിട്ട് അടുക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് മനുഷ്യർക്കിടയിൽ അവർ മധ്യസ്ഥരായി നിൽക്കുകയാണ്. എന്നാൽ ബലി മാറിയപ്പോൾ പൗരോഹിത്യമില്ലാതായപ്പോൾ ജനത്തിന് നേരിട്ട് ക്രിസ്തുവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു. ഈ പുതിയ നിയമത്തിലെ ഈ സ്വാതന്ത്ര്യം, ദൈവത്തോട് അടുക്കാനുള്ള ഈ സ്വാതന്ത്ര്യം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ പുരോഹിതന്മാരെയും അവരുടെ കൃത്രിമ ബലികളെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക തന്നെ വേണം. തുടർന്ന് വായിക്കട്ടെ. കുർബാന ഇന്നയാൾക്ക് വേണ്ടി ഉദ്ദിഷ്ട കാര്യത്തിനായി ഇന്ന നിയോഗത്തിനൊക്കെയായി പണം കൊടുത്താൽ പണമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ചൊല്ലിപ്പിക്കാം. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പാട്ട് കുർബാന വേണമെങ്കിൽ കാശ് കൂടുതൽ കൊടുത്താൽ മതി, ഒറ്റ കുർബാനയാണെങ്കിൽ കാശ് കുറവ്. അതെ, സാധനങ്ങൾക്ക് വില കൂടുന്നതിനനുസരിച്ച് കുർബാന പണവും അതിൻ്റെ റേറ്റും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ ഒരിക്കലും ഒരു വരുമാന മാർഗത്തിനായിട്ടായിരുന്നില്ല. എത്രമാത്രം അനീതിയാണ് ചെയ്യുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയും കുർബാന സുറിയാനി ഭാഷയിലായിരുന്നു. അതിനാൽ മലയാളി അൽമായർ കുർബാനയിലെ വചന നിഷേധം തിരിച്ചറിഞ്ഞില്ല. ഇനിയിപ്പോൾ സാധാരണ ഒരു മദ്യപിക്കുന്ന ഒരു കത്തോലിക്കനായാലും അദ്ദേഹത്തിൻ്റെ നാവിലും കുർബാനയപ്പം വൈദികന് വെച്ചു കൊടുക്കുന്നു. ഇവിടെ വിശുദ്ധിയുടെ ഒരു കാര്യം ഉദിക്കുന്നില്ല. കത്തോലിക്കനാണെന്നുള്ള ഒരു ലേബലുണ്ടെങ്കിൽ ആർക്കും കുർബാനയപ്പം കിട്ടും. പ്രിയമുള്ളവരെ, എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ പാപമോചനം പ്രാപിച്ചവർക്കാണ്, മദ്യപാനികൾക്കുള്ളതല്ല. ഇന്നു മുതൽ മദ്യപാനികളൊന്നും കുർബാനയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ എത്ര പേർ കുർബാന കാണാൻ വരും? കാരണം ഈസ്റ്റർ ആയാൽ, പെരുന്നാളായാൽ, ക്രിസ്മസ് ആയാൽ എത്രയോ പേരാണ് കത്തോലിക്കർ മദ്യപിക്കുന്നത്. അന്നത്തെ ദിവസങ്ങളിൽ ഷാപ്പുകളിലുള്ള തിരക്ക് പരിശോധിച്ചാൽ കാണാം. അപ്പോൾ മദ്യപാനികളൊന്നും കുർബാനയിൽ പങ്കെടുക്കരുതെന്നുള്ള കൽപ്പന വന്നാൽ പള്ളിയിൽ എത്ര പേരുണ്ടായിരിക്കും? നോക്കുക, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്ന സത്യക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തെമ്പാടുമായി അപ്പത്തിലും പാനപാത്രത്തിലും ഒരേപോലെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. കാരണം അപ്പത്തിലും പാനപാത്രത്തിലും ഒരുപോലെ പങ്കുകാരാകാൻ യേശു കൽപ്പിച്ചിട്ടുണ്ട്. പാനപാത്രത്തിൽ നിന്ന് കുടിക്കാതെ അപ്പം മാത്രം ഭക്ഷിച്ചാൽ അത് കർത്താവിൻ്റെ മേശയാകുന്നത് എങ്ങനെ? എന്നാൽ പുരോഹിതർ സ്ഥാപിച്ച കുർബാനയിൽ അപ്പം മാത്രം അൽമായന്, പാനപാത്രം നിഷേധിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിനെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു തുള്ളി പോലും കൊടുക്കാതെ വൈദികൻ തന്നെ ഒറ്റയ്ക്ക് വീഞ്ഞു വലിച്ചു കുടിക്കുന്നത് നോക്കി നിൽക്കാനാണ് കുർബാനയിലേക്ക് പുരോഹിതർ അൽമായരെ ക്ഷണിക്കുന്നത്. ചിലയിടത്തൊക്കെ അപ്പം വീഞ്ഞിൽ മുക്കിക്കൊടുക്കുന്നൊരു ഔദാര്യമുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അതിനുപോലും തയ്യാറല്ലാതെ അപ്പം മാത്രമാണ് തന്നിരുന്നത്. ബൈബിളിലെ അപ്പം മുറിക്കലിനെ മാറ്റിമറിച്ച് പുരോഹിതന്മാർ അവരുടെ വക കുർബാന സ്ഥാപിച്ചപ്പോൾ കുർബാന അർപ്പണ രീതിയെ ചൊല്ലി പുരോഹിതർ വൻ കലഹങ്ങളും വിവാദങ്ങളും നടത്തി. ഇത് ഏകദേശം ഒരു 9 വർഷം മുമ്പാണ് നടന്നത്. അൽമായർ ഇത് കണ്ട് പകച്ചു. ഇത് പത്രവാർത്തകളായി. 2000 ജനുവരി 3-ാം തീയതി ദീപികയിൽ 9-ാമത്തെ പേജിൽ പ്രസിദ്ധീകരിച്ച ഇടയലേഖനത്തിൽ ബിഷപ്പുമാർ എന്ന് പറയുന്നവർ ഇങ്ങനെ കുറ്റസമ്മതം നടത്തി. കുർബാനയെ നാം ഇത്രയും നാൾ അനൈക്യത്തിനും കലഹത്തിനും കാരണമാക്കി തീർന്നു എന്നുള്ളത് എത്രയോ വേദനാജനകമാണ്. ഇക്കാര്യം ഒരു ബൈബിൾ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വഴിതെറ്റിച്ച് തെറ്റായ ബലിയിൽ കുടുക്കിയ ബാലിൻ്റെ 450 കള്ളപ്രവാചകന്മാർ ചെയ്ത ഈ കാര്യം തന്നെ 1 രാജാക്കന്മാർ 18:26 എഴുതിയിരിക്കുന്നത്, ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, വചനവിരുദ്ധമായ ബലി ഇഷ്ടപ്പെട്ട് അതിലെ ഭക്തിയിൽ ലയിക്കുന്നവർ പാപം വർദ്ധിപ്പിക്കുകയാണ്. ഹോസിയ 8-ാം അധ്യായം 11-13 വരെ വായിക്കുമ്പോൾ, എഫ്രയീം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു. അല്പം പണത്തിന് വേണ്ടി ഫീസ് കുറഞ്ഞതും കൂടിയതുമായ വിവിധ തരം കുർബാനകൾ ഉണ്ടാക്കി പണത്തിന് പാപമോചനം വിൽക്കാൻ ശ്രമിക്കുന്ന പുരോഹിത വൃന്ദത്തിന് എങ്ങനെ സ്വസ്ഥതയുണ്ടാകും? കുർബാന മധ്യേ ബലിപീഠം ചുംബിച്ച് പുരോഹിതൻ ഇങ്ങനെയും ചൊല്ലുന്നു. കുർബാന പുസ്തകം പേജ് 92. ഹാ, എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥമായിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം മൂലം പാപമോചനം വന്നിട്ടില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പാപങ്ങളുടെ മോചനത്തിനാണെന്ന് പറഞ്ഞ് ആവർത്തിച്ച് നിത്യേന അർപ്പിക്കുന്ന പുരോഹിതരുടെ ഇന്നത്തെ ബലി. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് ചൊല്ലി കുർബാന അവസാനിപ്പിക്കുന്നവരെ ഇനി ഒരു ബലിയർപ്പിക്കുവാൻ പോകരുതേ. അപ്പം മുറിക്കലും കുർബാനയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾ ഗ്രഹിച്ചുവല്ലോ. ദൈവമക്കളുടെ സഭായോഗങ്ങളിൽ കടന്നു വന്ന് വചനപ്രകാരമുള്ള അപ്പം മുറിക്കലിൽ പങ്കെടുക്കുവാൻ സകല മെത്രാന്മാരെയും പുരോഹിതരെയും കന്യാസ്ത്രീകളെയും അൽമായരെയും ഈ എളിയവൻ ക്രിസ്തുവിലുള്ള സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.
സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്നാണ് പുതിയ നിയമം പറയുന്നത്. എബ്രായ ലേഖനം 10:25. അങ്ങനെ യേശു ക്രിസ്തു പഴയ നിയമ പൗരോഹിത്യം മാറ്റി ഇനി ആരും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങൾ പൊറുതിക്കുമായി ഒരു ബലി അർപ്പിക്കരുത്. അർപ്പിച്ചാൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ നിഷേധിക്കുകയും ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എന്നാണ് പ്രസ്താവിക്കുന്നത്. അതെ, പാപം ചെയ്യാനായി ബലിപീഠങ്ങൾ നിർമ്മിക്കരുത്. ഹോസിയ പ്രവാചകൻ അതാണ് പറഞ്ഞത്. ഈ സത്യം ദൈവദിനത്തിലെ മാറ്റപ്പെടാത്ത സത്യമാണ്. ഇത് അംഗീകരിക്കുവാൻ, ഇതനുസരിക്കുവാൻ ആര് തയ്യാറുണ്ട്? അവരുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 കൊരിന്ത്യർ 3-ാം അധ്യായം പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയേക്കാൾ എത്രമാത്രം തേജസ്സുള്ളതാണ്, തേജസ്സേറിയതാണ് ഈ പുതിയ നിയമം എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 3:6 വാക്യം ഇങ്ങനെയാണ്: അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്: ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ ചെയ്യുന്ന സകല ശുശ്രൂഷകളും സ്വന്തം പ്രാപ്തി, സ്വന്തം ബുദ്ധി, ജ്ഞാനം ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം നൽകുന്ന പ്രാപ്തി അനുസരിച്ചാണ്. 2 രീതിയിൽ ഒരു ശുശ്രൂഷകന് ശുശ്രൂഷിക്കുവാൻ കഴിയും. ഒന്ന്, ദൈവം നൽകുന്ന പ്രാപ്തിയിൽ നിന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയിൽ നിന്ന് അവന് ശുശ്രൂഷിക്കാം. മറ്റൊന്ന്, സ്വന്തമായുള്ള ശുശ്രൂഷ, സ്വയത്തിൽ നിന്ന് വരുന്ന ശുശ്രൂഷ. ഈ അപ്പസ്തോലനായ പൗലോസിനും സ്വയമായി ശുശ്രൂഷിക്കാൻ അറിയുമായിരുന്നു. ധാരാളം വചനം പഠിച്ചിട്ടുണ്ട്, ധാരാളം മതപരമായ പ്രവർത്തനങ്ങളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് സ്വയമായിട്ട് അല്ല ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ആ വേദഭാഗം ഒന്നുകൂടി വായിക്കുകയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 5 മുതൽ. എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വിധം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാത്ത വിധം മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം, പഴയ നിയമത്തിലെ പുരോഹിതന്മാർ, ന്യായശാസ്ത്രിമാർ അവർ വചനം പഠിച്ചു, അവർ കാണാപ്പാഠം പഠിച്ചു, മറ്റുള്ളവരെ അത് പഠിപ്പിച്ചിരുന്നു, തെറ്റാതെ പഠിപ്പിച്ചിരുന്നു. ഇനി പഴയ നിയമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ദാവീദ് ശുശ്രൂഷ ചെയ്തു. തനിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു, എന്നിട്ട് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. സാംസൺ അല്ലെങ്കിൽ ശിംശോൻ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നവനാണ്, എന്നിട്ടും അവൻ ശുശ്രൂഷകൻ തന്നെയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന് ശുശ്രൂഷ ഇങ്ങനെയല്ല. വ്യക്തിപരമായ വീഴ്ചയുണ്ടെങ്കിൽ ആ ശുശ്രൂഷകനെയും ശുശ്രൂഷയെ ദൈവം അംഗീകരിക്കുന്നില്ല. പഴയ നിയമത്തിൽ പലർക്കും വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്, എന്നിട്ടും ശുശ്രൂഷയിൽ അവരെ തുടർന്നു പോകുന്നു. അതിന് കാരണം പഴയ നിയമത്തിൽ ചില വചനങ്ങൾ കാണാപ്പാഠം പഠിക്കുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, അങ്ങനെയായിരുന്നു പോന്നിരുന്നത്. പുതിയ നിയമം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം
ദൈവം ഇതുവരെ സംസാരിച്ച വചനങ്ങളൊക്കെ ഒരു ശരീരമായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നത് വചനം ജഡമായി. ഇതുവരെ സംസാരിച്ച വചനമൊക്കെ മാംസമായി തീർന്നു. ഇനി നാം ആ മാംസമായി തീർന്ന വചനത്തെ അല്ലെങ്കിൽ യേശുവിനെ എപ്രകാരം അനുഗമിക്കുന്നു, എപ്രകാരം നാം യേശുവിനെ പോലെ ആയിത്തീരുന്നു, ഇതാണ് ശുശ്രൂഷകന്റെ അടിസ്ഥാന യോഗ്യത. ഈ യോഗ്യത ഇല്ലാതെയും നമുക്ക് ശുശ്രൂഷിക്കാം. യേശുവിനെ പോലെ ആകാനുള്ളൊരു ആഗ്രഹമില്ലാതെയും ജീവിതത്തിൽ ചില വീഴ്ചകളൊക്കെ വരുത്തിയിട്ടും നമുക്ക് ശുശ്രൂഷിക്കാം. പക്ഷെ അത് പഴയ നിയമ ശുശ്രൂഷയെ പോലെ ആകും. നോക്കുക, ഒരു സഭാ ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കുന്നുവോ മിക്കവാറും അതുപോലെ തന്നെയായിരിക്കും വിശ്വാസികൾ. ഒരു സഭയുടെ നേതാവ് ദ്രവ്യാഗ്രഹിയാണെങ്കിൽ സാധാരണ രീതിയിൽ വിശ്വാസികളും ദ്രവ്യാഗ്രഹിയാകും. ഒരു സഭാ നേതാവ് നല്ല വചനനിശ്ചയമുള്ളവനാണെങ്കിൽ വിശ്വാസികൾ സാധാരണയായിട്ട് വചനനിശ്ചയമുള്ളവർ ആകും. മൂപ്പൻ പാസ്റ്റർ വളരെ ആത്മീയനാണെങ്കിൽ വിശ്വാസികളും ആത്മീയരായി മാറും. ഒരു സഭാ ശുശ്രൂഷകൻ യേശുവിനെ പോലെ ജീവിക്കുവാനുള്ള ആത്മാർത്ഥമായ ദാഹമുള്ളവനാണെങ്കിൽ ആ ദാഹം വിശ്വാസികൾക്കും വരും. ഇപ്പോൾ വെളിപാടിൽ 7 സഭകൾ, അതിൽ 2 സഭകളുടെ മൂപ്പന്മാരൊഴികെ മറ്റ് 5 സഭകളുടെ മൂപ്പന്മാരും ആത്മീയരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ 5 സഭകളിലെ വിശ്വാസികളും ആത്മീയമായി ഉയർന്നവരും ആയിരുന്നില്ല. എന്നാൽ ഇതിന് അപവാദവുമുണ്ട്. ഇപ്പോൾ ഒരു പാസ്റ്റർക്ക് ആത്മീയമായിട്ട് വലിയ കാഴ്ചപ്പാട് ലഭിക്കാത്തവനാണ് എങ്കിൽ തന്നെയും ഒരു വിശ്വാസി ദൈവത്തെ അടുത്തറിഞ്ഞ് ദൈവകൃപ ഉള്ളവനാണ് എങ്കിൽ അവൻ പാസ്റ്ററേക്കാളും ആത്മീയനായിട്ട് വളരാൻ സാധ്യതയുണ്ട്. അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. സാധാരണയായിട്ട് ലീഡർ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ശിഷ്യന്മാർ. അതായത് രാജാവ് എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ പ്രജകൾ. അപ്പോൾ അതുകൊണ്ട് ഓരോ ശുശ്രൂഷകനും ഒന്നാമത് ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് പറയുന്നത് 5-ാം വാക്യത്തിൽ, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അപ്പോൾ ദൈവമാണ് ഓരോ പുതിയ നിയമ ശുശ്രൂഷകനും പ്രാപ്തി നൽകുന്നത്. പ്രസംഗിക്കാനായാലും പ്രാർത്ഥിക്കാനായാലും സഭയുടെ സ്ഥാപനത്തിനായാലും എല്ലാത്തിനും പ്രാപ്തി കൊടുക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് പ്രാപ്തി തന്നുവെങ്കിൽ ഒരു നല്ല സഭയുടെ ശുശ്രൂഷകനായതിൽ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വചനം പഠിപ്പിച്ചാലും അതിൽ നമുക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകി. ഈ ഭക്ഷണം വിളമ്പുന്നത് ആരാണ്? ശിഷ്യന്മാരാണ്. പത്രോസും യോഹന്നാനും അന്ത്രയോസും ഒക്കെയാണ്. പത്രോസ് കൊടുത്ത ഒരപ്പം തിന്നിട്ട് ഒരാൾ പറയുകയാണ്, പത്രോസേ, നീ തന്ന അപ്പം എത്ര രസമുള്ളതാണ്, നല്ല അപ്പാണ്, ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നിനക്ക് സാധിച്ചു? പക്ഷേ പത്രോസിന് യാതൊരു രീതിയിലുള്ള ആത്മപ്രശംസയുമില്ല. കാരണം പത്രോസിനറിയാം, ഈ അപ്പം ഉണ്ടാക്കിയത് ഞാനല്ല, ഇത് കർത്താവാണ് എനിക്ക് തന്നത്. ഇതാണ് നമ്മുടെ ശുശ്രൂഷ. ഏറ്റവും മനോഹരമായാലും അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും നമുക്കില്ല. എല്ലാ പുകഴ്ചയ്ക്ക്, എല്ലാ ആരാധനയ്ക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഏറ്റവും അടുത്തു. ആദിമ ക്രൈസ്തവ സഭാ വിശ്വാസികളും അവരുടെ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരുമെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്തായാലും കർത്താവ് വളരെ മുന്നറിയിപ്പ് തരുന്നുണ്ട്, വളരെ ജാഗ്രതയോടെ ആയിരിക്കുവാൻ, അല്ലെങ്കിൽ നാം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. അതാണ് കർത്താവ് നമ്മോട് പറയുന്ന ആഹ്വാനം. എന്നാൽ തൻ്റെ വിശുദ്ധന്മാരെ പോലും വൃദ്ധന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ തക്ക രീതിയിൽ ശക്തിയോടെ കുതന്ത്രങ്ങളുമായി എതിർ ക്രിസ്തു വരും. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, ഞാൻ ആ പ്രത്യേക പാപത്തിൽ വീഴുകയില്ല, അതിനെയൊക്കെയും എനിക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ സ്വന്തം ശക്തി കൊണ്ട് ആർക്കും പാപത്തിൻ്റെ മേൽ ജയം കിട്ടുകയില്ല.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രം. എന്നാൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം നാം. ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങി. കർത്താവ് വരും. മണവാട്ടി വിളക്കിൽ എണ്ണയെടുത്ത് ഒരുങ്ങി നിൽക്കുന്നവളാണ്. ഒരുങ്ങി നിൽക്കാത്ത മണവാട്ടിയല്ല. മണവാട്ടിയുടെ സ്ഥാനം അവൾക്കില്ല. അവൾ പുറന്തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് കരയേണ്ടതായിട്ട് വരും. വാതിൽ മണവാളൻ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പ്രവേശനമില്ല. 1 യോഹന്നാൻ 2:18 നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. ഇനി മത്തായിയുടെ സുവിശേഷം 16:3 രാവിലെ ആകാശം ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിക്കുവാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിക്കുവാൻ കഴിയുകയില്ലയോ? അപ്പോസ്തലനായ യോഹന്നാൻ പറയാണ്, ഇത് അന്ത്യനാഴികയാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ അന്ത്യനാഴിക ആരംഭിച്ചു കഴിഞ്ഞു. 21-ാം നൂറ്റാണ്ടായപ്പോൾ അന്ത്യനാഴികയുടെ അവസാന ഘട്ടങ്ങളിലാണ്, നിമിഷങ്ങളിലാണ് നാം നിൽക്കുന്നത്. ഏത് സമയത്തും കർത്താവ് വരാം. അതുകൊണ്ട് തന്നെ ഒരുക്കത്തിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അന്നത്തെ യഹൂദന്മാർക്ക് കാലാവസ്ഥ പ്രവചിക്കാൻ കുറേയെല്ലാം സാധിച്ചിരുന്നു. എന്നാൽ ഇവിടെ കാലാവസ്ഥയെക്കുറിച്ചല്ല, കാലഘട്ടത്തെ വിവേചിച്ചറിയാനാണ് പറയുന്നത്. കർത്താവ് പറയുകയാണ് മത്തായി 16:3 രാവിലെ ആകാശം ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിക്കുവാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ പ്രവർത്തനം 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങി. മറുഭാഗത്ത് എതിർ ക്രിസ്തുവിൻ്റെയും പ്രവർത്തനം തുടങ്ങി. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. ഈ എതിർ ക്രിസ്തു പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് അവൻ പ്രവർത്തിക്കുന്നു, മത രംഗത്ത് അവൻ പ്രവർത്തിക്കുന്നു, അക്രൈസ്തവ രംഗത്ത് അവൻ പ്രവർത്തിക്കുന്നു. ഇനി ക്രൈസ്തവ സഭകൾ, സത്യവിശ്വാസികൾ, സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവർ എന്ന് അഭിമാനിക്കുന്നവരുടെ കൂട്ടത്തിലും വിവിധ രീതിയിൽ അവൻ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അക്രൈസ്തവ മതവിഭാഗങ്ങളിൽ, രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പിശാച് പ്രവർത്തിക്കുന്നത്, ഈ അധർമ്മമൂർത്തി പ്രവർത്തിക്കുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ പ്രത്യക്ഷമായ വെളിപ്പെടുത്തലുകളാണ് ഈ വിഗ്രഹാരാധന, കൊലപാതകം, വ്യഭിചാരം, മന്ത്രവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് ക്രൈസ്തവ മതത്തിലും ക്രൈസ്തവ മാർഗത്തിലേക്ക് പോലും കടന്നു വരാൻ ശ്രമിക്കുന്ന, അതിലും സ്വാധീനം ചെലുത്തുവാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, ഈ കാലഘട്ടത്തെ വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതല്ലയോ? അതുകൊണ്ട് നാം ഈ കാലഘട്ടം, ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തെ, ഈ നാം ആയിരിക്കുന്ന ലോകത്തെ, ഇതിൻ്റെ സംവിധാനങ്ങളെ, ഇതിനാര് നിയന്ത്രിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചൊരു അറിവ് നാം ഉള്ളവരായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അന്ത്യക്രിസ്തു അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ അവൻ്റെ വ്യാപാര ശക്തി ഇപ്പോഴേയുണ്ട്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും. ദൈവസഭയുടെ സമാഗമനം നടന്നിട്ടില്ല. ചിലർ പറയുന്നത് ഈ ദൈവസഭയുടെ സമാഗമനം ക്രിസ്തുവുമായിട്ട് ഒരുമിച്ച് വസിച്ചതിന് ശേഷം മാത്രമേ അധർമ്മമൂർത്തി വരികയുള്ളൂ, എതിർ ക്രിസ്തു വരികയുള്ളൂ എന്നാണ്. എന്നാൽ ഇവിടെ ക്രിസ്തുവിൻ്റെ സഭയുടെ, ക്രിസ്തുവും സഭയുമായിട്ടുള്ള സമാഗമനം നടക്കുന്നതിന് മുമ്പ് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ അധർമ്മമൂർത്തി